മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം. മഴയൊക്കെ അല്ലേ, മീനൊക്കെ കിട്ടാൻ പാടാം. അപ്പം നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് തിളപ്പിക്കാം. അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം, കറുകപ്പട്ട, പിന്നെ ഗ്രാമ്പു, ബേ ലീവ്സ്, 1 ബേ ലീവ്സ് എല്ലാം കൂടി ഇട്ടാണ് തിളപ്പിക്കുന്നത്. ഞാനൊരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കും. ചോറിന് നല്ലൊരു ടേസ്റ്റാണ് അതിട്ട് കൊടുക്കാൻ സമയത്ത്. തിളച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. മുട്ട ഞാനിവിടെ 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടേ. എന്നിട്ട് നമുക്കതിനകത്തോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വേവിക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ഒരു മീഡിയം വേവ് മതിയേ, ഒരു 80% വേവൊക്കെ മതി. എന്നിട്ട് അതിനെ ഒരു നല്ലപോലെ ഇളക്കി നമുക്ക് വേവിച്ച് ചോറിനെ അങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മുട്ട എടുത്ത് 4 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഞാൻ ഇടുന്നുണ്ട്, അതൊന്ന് പിടിക്കാനാണ്. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട്, കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ ചോറിനിടുന്നുണ്ട്, ഇനി സവാള വഴട്ടപ്പോൾ ഇടും, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. അതിനുശേഷം ഒരു പാന് അടുപ്പിനകത്തോട്ട് വെച്ച് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മുട്ടയെ ഇട്ടൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ മാറ്റി വേറൊരു പാത്രത്തിനകത്തോട്ട് വയ്ക്കാം. പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റി അതിനകത്തോട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടെ തന്നെ കുറച്ച് ബേ ലീവ്സും പിന്നെ ഇച്ചിരി കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കും. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ സവാള നല്ലപോലെ ഒന്ന് വഴണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒട്ടിപ്പിടിക്കത്തില്ല. ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നല്ലപോലെ ഇളക്കാം. എന്നിട്ട് കറും മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള അതുപോലെ ചേർക്കാം. കറും മസാലയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. അതല്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഞാനിവിടെ 2 തക്കാളി അടിച്ച് ഇത്തിരി ചാറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് ചേർക്കാം. അതും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം
ഒരു കപ്പ് തിളച്ച വെള്ളം അതും കൂടി ഒഴിച്ച് നല്ലപോലെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. പച്ചവെള്ളം ഒഴിക്കരുതേ, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇളക്കപ്പോഴത്തേക്ക് മുട്ട പൊട്ടിപ്പോവാൻ നോക്കിക്കോണേ. ഇതിനിടയിൽ ഉപ്പുണ്ടെന്ന് നോക്കിക്കോണം. അതിനുശേഷം നമുക്ക് ഇവിടെ ചോറ് ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം ഞാനിവിടെ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പും ഉള്ളിയും ഇച്ചിരി സവാളയും കൂടെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടി അതിൻ്റെ പുറത്തോട്ട് ഒന്നിട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനത് എടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതേപോലെ തന്നെ ഒരു സ്പൂൺ പാലിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് കളറിന് പകരം ഒന്ന് പുറത്തൊഴിച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു.